ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ ഒരു പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. ചരിത്രത്തിലേക്ക്. റോമനേവ് വംശജരായ സാർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിന് കീഴിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ ശക്തിയാകാൻ റഷ്യ ശ്രമിച്ചിരുന്നു. കുലാക്കുകൾ എന്നറിയപ്പെട്ടിരുന്ന വൻകിട ഭൂവുടമകൾ കർഷകരെ കഠിനമായിട്ട് ദ്രോഹിച്ചു. വ്യവസായവൽക്കരണത്തിൻ്റെ വ്യാപനം റഷ്യയിലെ തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്യുന്നതിന് കാരണമായി. ഇതിനെയൊക്കെ പിന്തുണച്ച ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ ആരംഭിച്ചു. റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ളൊരു പാർട്ടിയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ച വർഷം 1898. ലെനിൻ എന്ന പേരിൽ പ്രസിദ്ധനായ വ്ളാഡിമിർ ഇല്യോച്ച് ഉലിയനോവ് ആയിരുന്നു അവരുടെ പ്രധാന നേതാവ്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായിട്ട് പിരിഞ്ഞ് ഉണ്ടായ വിഭാഗങ്ങളാണ് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷത്തും. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ ലെനിനും ടോൾസ്റ്റോയുമാണ്. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നുമാണ് ബോൾഷെവിക്കുകൾ വാദിച്ചത്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. വിപ്ലവത്തിനും പണിമുടക്കിനും പകരം പരിഷ്കരണവും തെരഞ്ഞെടുപ്പും മതിയെന്നാണ് മെൻഷെവിക്കുകൾ വാദിച്ചത്. റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം 1905. ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് സാർ ചക്രവർത്തിക്കെതിരായിട്ട് ഒരു വിപ്ലവം തന്നെ നടന്നു. സമരങ്ങൾ നടത്താനായിട്ട് വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങളാണ് സോവിയറ്റുകൾ. സമരം ശക്തമാക്കിയതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ. പോലീസ് സോവിയറ്റുകളെ അടിച്ചമർത്തുകയും പല നേതാക്കളും അറസ്റ്റിലാകുകയും ചെയ്തു. ഇതേ തുടർന്ന് ലെനിൻ സ്വിറ്റ്സർലാൻഡിലേക്ക് ഒളിവിൽ പോയി. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആണ്. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികൾ ആണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന ആശയ സംഹിതയാണിത്. ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉൽപ്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പ്രസ്താവിക്കുന്ന ആശയ സംഹിതയാണ് ഇത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യം ഭൂമി, ആഹാരം, സമാധാനം. റഷ്യൻ വിപ്ലവത്തിൻ്റെ മറ്റ് മുദ്രാവാക്യങ്ങൾ കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ. തുടർച്ചയായിട്ട് 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾക്ക് ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗബേണിൻ്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിച്ചു. രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രേഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയ വർഷം 1905 ജനുവരി മാസം 9. ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് 1905 ജനുവരി മാസം 9 അടുത്തതായിട്ട് ഫെബ്രുവരി വിപ്ലവം, ഫെബ്രുവരി റവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അഥവാ മാർച്ച് വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം നടന്നത്
1917 മാർച്ചിലാണ്. റഷ്യൻ കലണ്ടർ പ്രകാരം അതൊരു ഫെബ്രുവരിയാണ്. ഒന്നാം ലോക യുദ്ധത്തിനിടയിൽ പട്ടിണി വ്യാപകമായതോടുകൂടി 1917 തുടക്കം മുതൽ പൊതു പണിമുടക്കുകൾ ആരംഭിച്ചു. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതിയിലൂടെ പ്രകടനം നടത്തി. ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണമെന്നും സാർ ഭരണം അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മാർച്ച് 12 സൈന്യത്തിൻ്റെ നിരവധി റെജിമെൻറ്റുകൾ പണിമുടക്കുന്ന തൊഴിലാളികൾക്കോടൊപ്പം ചേർന്നു. അവർ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും പെട്രോഗ്രേഡ് എന്ന തലസ്ഥാന നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ്റിന് നിലവിൽ വരികയും ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മെൻഷെവിക്കുകളും അവരുടെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. യുദ്ധത്തിലെ പങ്കാളിത്തം തുടരുവാൻ അവർ തീരുമാനിച്ചതിനെ ബോൾഷെവിക്കുകൾ എതിർത്തു. ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിൽ തിരിച്ചെത്തുകയും പെട്രോഗ്രേഡിൽ വെച്ച് താൽക്കാലിക സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഈ വിപ്ലവത്തിൽ മുൻപന്തിയിൽ നിന്ന മറ്റ് നേതാക്കളാണ് ലയോൺ ട്രോട്സ്കി, ജോസഫ് സ്റ്റാലിൻ. യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ലെനിനാണ്. അടുത്തതായിട്ട് ഒക്ടോബർ വിപ്ലവം. ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷം 1917 നവംബറിലാണ്. പക്ഷേ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് ഒക്ടോബർ മാസമാണ്. നവംബർ 7 തൊഴിലാളികളുടെ സൈനികരുടെയും സോവിയറ്റുകളുടെയും സംയുക്ത മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് പെട്രോഗ്രേഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പട്ടണങ്ങളെല്ലാം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്തു. കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവാണ് കെരൻസ്കി. കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവം അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്നാണ്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ ലെനിനാണ്. 1918 ഫെബ്രുവരിയോടുകൂടി പുതിയ റഷ്യൻ സർക്കാർ രാജ്യത്തെല്ലായിടത്തും അധികാരം സ്ഥാപിച്ചു. ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിച്ചു. ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചുകുലക്കിയ 10 ദിവസം 10 days that shook the world എന്ന കൃതി രചിച്ചത് ജോൺ റീഡാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ. 1917 മുതൽ 1921 വരെ റഷ്യയിലുണ്ടായിരുന്ന ആദ്യ ആഭ്യന്തര യുദ്ധം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു. റഷ്യയിലെ പഴയ ഭൂവുടമകളും മുതലാളിമാരും കൂടി രൂപീകരിച്ച വെള്ളപ്പടയ്ക്ക് അഥവാ വൈറ്റ് ആർമി കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ചിലർ സഹായം നൽകിയിരുന്നു. അവർ റഷ്യയെ ആക്രമിച്ചു. ഈ യുദ്ധം അറിയപ്പെടുന്നത് ഇടങ്കോലിഡൽ യുദ്ധം എന്നാണ്. ഇടങ്കോലിഡൽ യുദ്ധം. ഇതേ തുടർന്ന് റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാൻ ലെനിൻ കൈക്കൊണ്ട നടപടികളാണ് കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു. ഉൽപ്പന്നങ്ങളിൽ അധികമുള്ളവ സർക്കാർ ഏറ്റെടുത്ത് മറ്റു ജനവിഭാഗങ്ങൾക്ക് വിതരണം നൽകി. വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം വേതനത്തിന് പകരമായിട്ട് തൊഴിലാളികൾക്ക് തന്നെ നൽകി. ഇത്തരം നടപടികൾ അറിയപ്പെടുന്നത് യുദ്ധകാല കമ്മ്യൂണിസം, വാർ കമ്മ്യൂണിസം എന്നാണ്. പുത്തൻ സാമ്പത്തിക നയം. റഷ്യയിലെ ലെനിൻ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1921 മുതലാണ്. ഇതിൻ പ്രകാരം കർഷകർക്ക് ഇഷ്ടമുള്ള ധാന്യം കൃഷി ചെയ്യാനും ഉൽപ്പന്നങ്ങൾ പൊതു കമ്പോളത്തിൽ വിൽക്കുവാനും സ്വാതന്ത്ര്യം നൽകി. തൊഴിലാളികൾക്ക് വേതനം പണമായിട്ട് കൊടുത്തു. സ്വകാര്യ മേഖലയിൽ ചില വ്യവസായങ്ങൾ അനുവദിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ ഉദയം. റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ
USSR രൂപീകൃതമായത്. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം 1922. ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഭവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924. സോവിയറ്റ് യൂണിയൻ ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായ വർഷം 1934. സോവിയറ്റ് യൂണിയൻ അഥവാ USSR പിരിച്ചുവിട്ട വർഷം 1991. പഞ്ചവത്സര പദ്ധതികൾ. ലോകത്തിലാദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ജോസഫ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. പഞ്ചവത്സര പദ്ധതികളെ തുടർന്ന് യൂണിയൻ ശക്തമായ ഒരു വ്യാവസായിക സൈനിക ശക്തിയായിട്ട് മാറി. 1929 ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യം സോവിയറ്റ് യൂണിയനാണ്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുടിനാണ്. ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണമേനോൻ. ബാറ്റൽഷിപ്പ് പൊട്ടംകീൻ. സാർ ചക്രവർത്തിമാരുടെ ഭരണ കാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചു രൂപം കൊണ്ട ഒരു നിശബ്ദ സിനിമയാണ് ബാറ്റൽഷിപ്പ് പൊട്ടംകീൻ. അതിൻ്റെ സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീനാണ്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ ഒരു കലാപം ഒരു രാഷ്ട്രീയ സമരമായിട്ട് പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ബാറ്റൽഷിപ്പ് പൊട്ടംകീൻ. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം ആധാരമാക്കിയുള്ള ഒരു ചലച്ചിത്ര സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻറ്റോൺ ചെക്കോവ് ഒക്കെ. മാക്സിം ഗോർക്കിയുടെ ഒരു വഴിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മദർ. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്ന് പറഞ്ഞത് മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ സാഹിത്യകാരൻ ആണ് മാക്സിം ഗോർക്കി. നോവൽ അമ്മയിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ലെനിനെക്കുറിച്ച് നോക്കാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവാണ് ലെനിൻ. ലെനിൻ്റെ യഥാർത്ഥ നാമം വ്ളാഡിമിർ ഇലിയച്ച് ഉൽയാനോവ് എന്നാണ്. 1919 മൂന്നാം ഇൻ്റർനാഷണൽ വിളിച്ചു കൂട്ടിയ നേതാവാണ്. മോസ്കോവിലാണ് ഇദ്ദേഹം മൂന്നാം ഇൻ്റർനാഷണൽ വിളിച്ചു കൂട്ടിയത്. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയറാണ് ലെനിൻ. ടോൾസ്റ്റോയ് കൃതിയായ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. റഷ്യയുടെ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് ലെനിനാണ്. ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്കറ. ലെനിൻ അന്തരിച്ച വർഷം 1924. ചുവപ്പ് കാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് ലെനിൻ ആണ്. ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം റെഡ് സ്ക്വയർ. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ നോക്കിയാൽ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം, കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായിട്ടുള്ള ജീവിതം, കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്കുറവ്, കുറഞ്ഞ വ്യാവസായിക ഉൽപ്പാദനം, മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ് തുടങ്ങിയ എഴുത്തുകാരുടെ സ്വാധീനം, കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിയൻ ആശയങ്ങളുമൊക്കെയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ നോക്കിയാൽ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി റഷ്യൻ വിപ്ലവം എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.